ഈ വീട്ടിലെ ഭർത്താക്കന്മാർക്ക് തീരെ ബുദ്ധിയില്ലെന്ന് ഉറപ്പാ. നാളെ വേദാന്തേട്ടന്റെ എൻഗേജ്മെന്റാ. പെട്ടെന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇവർക്കൊന്നും അറിയില്ലേ? വീട്ടിലിരിക്കുന്ന ഭാര്യമാർ എന്തോരം ടെൻഷൻ അടിക്കുമെന്ന് ഓർത്ത് ഒന്ന് ഫോൺ ചെയ്യാനുള്ള ബോധം പോലും ഇവർക്കില്ലേ? അവരുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും കറങ്ങി നടന്ന ഒരു പ്രശ്നവുമില്ല. അതാണ് വലുത്. രണ്ടുപേരും വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചേച്ചി, ഇത്ര നേരമായിട്ട് അമ്മു ചേച്ചി വന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എന്തോ പ്രശ്നം ഉണ്ടാവും. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അല്ല, ചേച്ചി ശരിക്കും വേദാന്തേട്ടനെ മീറ്റ് ചെയ്യാൻ തന്നെ പോയതാണോ? അതോ നീ അമ്മയോട് കള്ളം പറഞ്ഞതാണോ? ഞാൻ കള്ളം പറഞ്ഞത് അഞ്ജു. എന്തിനാ നീ കള്ളം പറഞ്ഞേ? ഇതെന്താ തമാശ കളിക്കേണ്ട കാര്യമാണോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ചേച്ചി എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. കാണാനില്ലെന്ന് അമ്മയോട് പറയണമെന്നാണോ? അങ്ങനെ എങ്ങാനും പറഞ്ഞ അച്ഛനും അമ്മ എന്തുമാത്രം ടെൻഷൻ അടിക്കുമെന്ന് അറിയില്ലേ? അമ്മ വെറുതെ ഇരിക്കുവോ? അപ്പൊ അമ്മ ചേച്ചി എങ്ങോട്ട് പോയി? അതറിയാമെങ്കിൽ ഞാൻ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കാര്യം പറയാതെ വെറുതെ ഇറങ്ങി പോകുന്ന ആളല്ല ചേച്ചി. ഇത്ര ലേറ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വേദാന്തേട്ടനെ മീറ്റ് ചെയ്യാൻ പോയതായിരിക്കും. എന്തായാലും ഒന്ന് വേദാന്തേട്ടനെ വിളിച്ച് ചോദിച്ചു നോക്ക്. അല്ല അഞ്ജു, ഈ സമയത്ത് വിളിച്ച് ചേച്ചി വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ചേച്ചി ചേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമല്ലോ. വേദാന്തേട്ടന്റെ കൂടെ ഇല്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അതും ശരിയാ. ഹലോ. ഹായ് വേദാന്തേട്ടാ. ഹായ് അതിഥി. എന്താ മോളെ ഈ സമയത്ത്? നാളെ നിങ്ങളുടെ വിവാഹ നിശ്ചയല്ലേ? അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു വിളിച്ചതാ. നമ്മുടെ റൗഡി ബേബി അമൂല്യ അവിടെ ഇല്ലേ? ഇതൊക്കെ അവളുടെ പ്ലാൻ ആയിരിക്കും അല്ലേ? ഈ സമയത്ത് മോളെ കൊണ്ട് വിളിപ്പിക്കണമെങ്കിൽ അവള് തന്നെയാ. ഓക്കെ, ഞാൻ അവളോട് സംസാരിക്കാം. കുറെ നേരമായിട്ട് ഞാൻ വിളിച്ചോണ്ടേ ഇരിക്കുവാ. അവളെന്താ കോൾ എടുക്കാത്ത? എന്താ മോളെ, നാളെ നിശ്ചയം കഴിയുന്നവരെ അവൾ എന്നോട് മിണ്ടില്ല എന്നാണോ? എന്താ മോളെ നീ ഒന്നും മിണ്ടാത്ത? അയ്യോ ഒന്നുമില്ല ചേട്ടാ. ആ മുതുക്കിടുകാരൻ ചേട്ടന് അറിയാവുന്നല്ലേ? മാത്രമല്ല, ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ലോ. ഞങ്ങളെല്ലാരും നാളത്തെ ഫംഗ്ഷന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ് ചേട്ടാ. എല്ലാം കഴിയുന്നവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും. എന്റെ ചേച്ചിയും സൂപ്പറാ, ചേട്ടനും സൂപ്പറാ. പെർഫെക്റ്റ് ജോഡിയാ നിങ്ങളുടേത്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഏയ് അതിഥി, ലിസൺ ടു മീ. അതിഥി, ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനെയുള്ള ഫാമിലി ആയിട്ടാണോ ഞാൻ നാളെ എൻഗേജ് ചെയ്യുന്നേ? ഇവരെ എല്ലാരും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ എല്ലാം കൂടെ എന്റെ സമാധാനം കളയും. ചേച്ചി, നിന്റെ മുഖം കണ്ടിട്ട് ഒരു പോസിറ്റീവ് സൈനും എനിക്ക് തോന്നുന്നില്ല. അമ്മു ചേച്ചി അവിടെ ഇല്ലേ? ഇല്ല അഞ്ജു, വേദാന്തേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ ചേച്ചിയോട് സംസാരിക്കാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ചേച്ചി അവിടെയും ഇല്ല. പിന്നെ ഇത് എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല അഞ്ജു, എന്റെ കയ്യും കാലൊക്കെ വരയ്ക്കുന്നു. എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാവേ. ഈ സമയത്തോ? എവിടെയാന്ന് പറഞ്ഞാ നോക്കുന്നേ? അതും ഒറ്റയ്ക്ക്? വേറെ എന്ത് ചെയ്യാനാ? ഇനിയും ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണെങ്കിലും നീ അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം അഞ്ജു, പ്ലീസ്. ശരി, പക്ഷെ അമ്മ ഒന്ന് ചോദിച്ചാലോ? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞേ. ഇപ്പൊ നീ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തേ പറ്റൂ. ഈ കാര്യം എന്തായാലും അമ്മ അറിയാൻ പാടില്ല. അറിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. ശരി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാം. ശരി, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ.
ഇതുവരെ കറണ്ട് വന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? അത്യാവശ്യമായിട്ട് പുറത്തു വേണം, വരുവോ? ഈ സമയത്ത് എങ്ങോട്ടും വരാൻ പറ്റില്ല. പറയുന്നതിന് മുന്നേ മൂത്ത് നോക്ക്. വിളിക്കുന്നത് ഞാനാ. ആരാണെങ്കിലും ശരി, വേറെ വണ്ടി വിളിക്കുന്നതാ നല്ലത്. ഇവൻ എന്താ കുറച്ച് അഹങ്കാരം കൂടുതലാ. എന്നോട് വേറെ ഓട്ടം നോക്കാൻ പറയുന്നോ? അഹങ്കാരം ഒന്നും വേണ്ട. ഞാൻ അതിഥിയാ, വേറെ പാസഞ്ചർ ഒന്നുമല്ല. എന്താ എന്നെ കാണുമ്പോ എന്താ ജോക്കറിനെ പോലെ തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ ദേഷ്യം കാണാൻ നല്ല രസമല്ലേ, അതുകൊണ്ടാ. ഓ, ഇത് പറയുന്നത് നീയല്ലേ, അതുകൊണ്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വേഗം വണ്ടി എടുക്ക്, കാര്യം കുറച്ച് അർജന്റാ. ഹലോ, ആരോടാ ഓർഡർ ചെയ്യുന്നേ? നീ ആരാ, ബോളിവുഡ് ഹീറോയിനോ? ഈ വണ്ടി നിന്റേതുമല്ല, ഞാൻ നിന്റെ ഡ്രൈവറും അല്ല. റെസ്പെക്ട് വേണം. ഇപ്പൊ അതിനുള്ള സമയമല്ല. ആദ്യ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. എന്റെ പേഴ്സണൽ കാര്യത്തിന് വിളിച്ചല്ല. അമ്മു ചേച്ചി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇവിടെ ആർക്കും കാര്യം അറിയേയില്ല. എന്താ, അമ്മ വീട്ടിൽ വന്നില്ലാന്നോ? അതല്ലേ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. വേദാന്തി ഏട്ടൻ്റെ കൂടെ പോയതായിരിക്കും. അയ്യോ എന്റെ സാർ, അതൊക്കെ നേരത്തെ അന്വേഷിച്ചു തന്നെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. വലിയ ബുദ്ധിമാനെ പോലെ ആദ്യം തൊട്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ആ ശരി, എന്താ സംഭവിച്ചതെന്ന് ആദ്യം പറ. ആദ്യത്തെ വിളിച്ചോണ്ടിരിക്കുന്നെ. നീ ഫോൺ എടുത്ത് എന്താന്ന് ചോദിക്കാം. ഫാൻസി ഷോപ്പിൽ നിന്ന് നിനക്ക് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞില്ലേ, നീ പോയി വാങ്ങിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ബ്ലൗസ് വാങ്ങിട്ട് വെയിറ്റ് ചെയ്യാം. ശരി, വേഗം വരണേ. നീ സൂക്ഷിച്ചു പോ. അമ്മു, അമ്മു. ഈ കാര്യമൊക്കെ എന്തിനാ ഒളിച്ചു വെക്കുന്നേ? അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഇവിടെ വലിയ ബഹളായിരിക്കും. അമ്മയുടെ കാര്യം നിനക്ക് അറിയില്ലേ? ശരി, എന്നാൽ ഇത്ര നേരം വെയിറ്റ് ചെയ്യണോ? ചേച്ചി വരുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ. ഇതുവരെ എത്തിയില്ലല്ലോ. എനിക്ക് ശരിക്കും പേടിയാവുന്നു. ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടെ? പോകുന്ന വഴിക്ക് പറയാന്ന് വിചാരിച്ചേ. നീയാ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നേ. ശരി ശരി, വാ. ഐ എം സോ സോറി സ്വീറ്റ് ഹാർട്ട്. ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എനിക്ക് ആകെ വേണ്ടത് നിന്നെ മാത്രമാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതാ. ഇപ്പോ നിന്റെ അളിയനും അനിയനും പിന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഫിയാൻസി എല്ലാവരെയും ഓരോ സ്ഥലത്ത് ലോക്ക് ചെയ്തിരിക്കുക. നാളെ നീ ആരുമായിട്ട് എൻഗേജ്മെന്റ് നടത്താൻ പോകുന്നേ? അങ്ങനെ എനിക്ക് വിട്ടുകളയാൻ പറ്റോ? ഹൃദയം മുഴുവൻ തന്നെ ഞാൻ സ്നേഹിച്ചതാണല്ലോ. കളികളൊക്കെ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ നീ മോതിരം ഇടാൻ പോകുന്നത് എന്റെ ഈ കൈകളിലായിരിക്കും. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വേറെ വഴിയില്ലാത്തോണ്ടാ വന്നത്. അമ്മച്ചേച്ചി എവിടെ? കണ്ടുപിടിച്ചോ? എടി, അവളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരില്ലേ? ഈ ഓട്ടോ ആണെങ്കിൽ സമയത്തിന് പഞ്ചറുമായി.
അവനാണെങ്കിലോ മെക്കാനിക്കിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ എത്ര നേരെയാണോ പോയിട്ട്. ഈ അമ്മു ചേച്ചി എവിടെയാന്നാവോ, എവിടെ പോയതാന്ന് ഒരു പിടിയില്ല. ഛേ, ഈ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുന്നേ? ഇന്ന് എൻഗേജ്മെന്റ് ഉള്ളതല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ടെൻഷൻ എന്ന് പറഞ്ഞ നീ എന്നെയും കൂടി ടെൻഷൻ ആക്കല്ലേ. മിണ്ടാതിരിക്കെ. മിണ്ടിയാലും പ്രശ്നം, മിണ്ടാതിരുന്നാലും പ്രശ്നം. എല്ലാം എന്റെ വിധിയാ. എന്താ പറയുക, ഇത് അമ്മുവിന്റെ നിശ്ചയത്തിന് എടുക്കാനുള്ള സാരിയല്ലേ? ഇത് അത് തന്നെയല്ലേ? ആ, അത് തന്നെ. അപ്പോ അമ്മു ഇത് എടുക്കാതെയാണല്ലേ ഇവിടുന്ന് പോയത്? അതെ, അത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇത്ര അത്യാവശ്യ കാര്യങ്ങളൊന്നും അവള് മറക്കാറില്ല. അല്ല, നമ്മുടെ ആരതിയുടെ കല്യാണത്തിന് അവളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളും എടുത്ത് അതിഥിയുടെ അഞ്ജുവിന്റെ വരെ റെഡിയാക്കിയതാ. അങ്ങനെയുള്ള അമ്മു അവളുടെ നിശ്ചയത്തിന് അവള് വാങ്ങിയ സാരി എങ്ങനെ മറന്നു വെക്കും? എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് അതിഥി നമ്മളോട് എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ടെന്നാ. ഒന്ന് അന്വേഷിക്കണം. അതിഥിയോ? അവളെന്ത് മറച്ചു വെക്കാനാ? ഇന്നലെ ടൈലറിന്റെ അടുത്തേക്ക് അതിഥിയും അമ്മു ഒന്നിച്ചാ പോയത്. എന്നിട്ട് അതിഥി മാത്രമാ തിരിച്ചു വന്നത്, അമ്മു വന്നില്ല. ഞാൻ ചോദിച്ചപ്പോ വേദാന്തിന്റെ കൂടെ പോയതാണെന്ന് പറഞ്ഞു. ഞാനും വിശ്വസിച്ചു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ അപ്പോഴും അവളെ കണ്ടില്ല. ആണോ? ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ എവിടെയാ പോയതെന്ന്? ഞാൻ ചെയ്യാതിരിക്കോ? വിളിച്ചു നോക്കി. പക്ഷെ അപ്പോ നിശ്ചയം നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തും, നിങ്ങൾ വന്നാ മതിന്ന് മെസ്സേജ് അയച്ചു. എനിക്കെന്തോ കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അത് ശരിയാണല്ലോ, കാര്യങ്ങളൊക്കെ ഒരു അല്പം വിചിത്രമാണ്. ഈ സമയത്ത് അവര് നേരത്തെ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താ? അത് തന്നെയാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്ന് രാവിലെ നിശ്ചയം നടത്തേണ്ട കുട്ടിയല്ലേ അവള്. അന്നത്തെ ദിവസത്തിന്റെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, താൻ ഇന്നിടേണ്ട ഡ്രസ്സ് മറന്നു പോവാന്നുണ്ടെങ്കിൽ അതിലെനിക്ക് നല്ല ടെൻഷനുണ്ട്. അതിനിപ്പോ ടെൻഷൻ എന്തിനാ പ്രമി? അവരവിടേക്ക് പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നിന്നോട് അവള് പറയാൻ ചെയ്തതല്ലേ? ശരിയാ, അവള് പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. പക്ഷേ കള്ളം പറഞ്ഞതാണോന്നാ എന്റെ ടെൻഷൻ. അല്ല പ്രമി, അവൾ എന്തിനാ കള്ളം പറയുന്നേ? അതും ഇങ്ങനെ ഒരു കാര്യത്തില് നീ ആവശ്യമില്ലാതെ ടെൻഷൻ ആകണ്ട. മാത്രമല്ല, അതിഥി അമ്മുവിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. അവളെ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ച പോരെ, കാര്യങ്ങൾ മനസ്സിലാവില്ലേ? ഹലോ ആ അച്ഛാ. മോളെ അതിഥി, അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടോ? ഉണ്ടല്ലോ അച്ഛാ, ഇവിടെ ഉണ്ട്. അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. എടി കഴുതേ, ഇന്നലെ തൊട്ട് നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ? അപ്പൊ നിനക്ക് വാശിയാണല്ലേ? എനിക്കറിയാം. ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ്. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്ക്. അങ്ങനെ സുന്ദരിക്കുട്ടിയായി നിന്നാ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പൊ നീ നിന്റെ വാശിയിൽ വലിയ ഡയലോഗ് അടിക്കും അല്ലേടി? നിന്റെ ഐഡിയാസ് ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ മോളെ. കല്യാണം കഴിഞ്ഞ നിന്റെ അഹങ്കാരമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഹലോ അമ്മു. എന്താ അച്ഛാ?
നിന്റെ അമ്മയോട് നല്ല ടെൻഷനില്ല. നിക്ക്, അമ്മയുടെ ഫോൺ കൊടുക്കാം. അമ്മോ, ഇത് എന്ത് കുട്ടികളിയാ നിനക്ക്? ഇന്ന് ഉടുക്കേണ്ട സാരി നീ വീട്ടിൽ വെച്ചിട്ടാ പോന്നേ? അയ്യോ അത് ഞാൻ മറന്നമ്മേ. അമ്മോ, അയ്യോ അമ്മേ, ഈ കാര്യത്തിന് എന്തിനാ ഇപ്പൊ വഴക്കുണ്ടാക്കുന്നേ? വരുമ്പോ അതും കൂടെ കൊണ്ടുപോവാ. നാക്കിന് മാത്രം കുറവില്ല. നിങ്ങളെല്ലാവരും അവിടെ ഓക്കെ ആണല്ലോ? ആ അമ്മേ, ആർക്കും ഒരു പ്രശ്നവുമില്ല. അമ്മ വേഗം വരാൻ നോക്ക്. ശരി ശരി, വേഗം വന്നേക്കാം. നോക്ക്, മറ്റെന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പറയേ. നിന്റെ 2 പൊട്ടത്തെ അനിയത്തിമാരില്ലേ, അവർക്കുള്ളതും കൂടി ഞാൻ കൊണ്ടുവരാം. അതല്ല അമ്മോ, ആ ചെറിയവള് പോലും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. നോക്ക്, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അത് മറന്നുപോയി ഇത് മറന്നുപോയി എന്നൊന്നും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? വേറെ ഒന്നും എടുക്കണ്ടമ്മേ, സാരി മാത്രം എടുത്താ മതി. ശരി, കൊണ്ടുവന്നേക്കാം. ഇപ്പൊ സമാധാനമില്ല നിനക്ക്? വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാൻ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ മകളുടെ നിശ്ചയല്ലേ എന്ന്. അവളെയാണെങ്കിൽ കാണുന്നില്ല. സാരി വീട്ടിൽ വെച്ച് മറന്നുപോയി. അപ്പൊ ഞാനല്ലാതെ മറ്റാരെ ടെൻഷൻ അടിക്കാനുള്ളത്? വെറുതെ ഇതിനെ ടെൻഷൻ എന്ന് പേരിട്ട് വിളിക്കൊന്നും വേണ്ട. ഒരമ്മയുടെ വേദന നിങ്ങക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാ ഇനി എന്ന് മനസ്സിലാക്കാൻ പറ്റും? ഇനി ഇതൊക്കെ മനസ്സിലാക്കാൻ ഈശ്വരൻ എനിക്ക് ഒരു ജന്മം കൊണ്ട് തരുമായിരിക്കും. ഓഹോ മിസ്റ്റർ കണ്ടക്ടർ ഭർത്താവേ, ഈ എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? എല്ലാവരും ഒരുപോലെയാ. നടക്ക് പോയേക്കാം. ആര് വേണമെങ്കിലും മാനേജ് ചെയ്യാൻ എളുപ്പം. പക്ഷെ ഈ പ്രമി എന്ന് പറയുന്ന ഒരാളെ മാനേജ് ചെയ്യാൻ വലിയ പാടാ. ഭാഗ്യം നീ ഈ സമയത്ത് വന്നല്ലോ, ഇല്ലെങ്കിൽ അമ്മ എന്നെ അമ്മിയിൽ വെച്ച് ചമ്മന്തിയാക്കിയേനെ. എന്നാലും എന്നെ അവിടെ ആരായിരിക്കും ലോക്ക് ചെയ്തത്? അത് പോട്ടെ, അതിനകത്ത് നിന്നെ ആരാ ലോക്ക് ചെയ്തത്? എനിക്കും അത് തന്നെ അറിയാത്തത്. ഇന്നലെ മുതലേ ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ റൗഡിസം കാണിക്കാറില്ല. പിന്നെ എവിടുന്ന് ഈ ശത്രുവൊക്കെ? മാത്രമല്ല, ഇങ്ങനെ ദുഷ്ടത കാണിക്കാനുള്ള ശത്രുക്കളൊന്നും എനിക്കില്ല. 1-2 പേരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യുന്നവരാ. ഇതുപോലുള്ള ചീപ്പ് പരിപാടിയൊന്നും ചെയ്യുന്നവരല്ല അവര്. അതാരാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് ഈ റൗഡി ബേബി ആരാണെന്ന് കാണിച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ ആരെയൊക്കെ മാനേജ് ചെയ്തതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. വലിയ പ്രശ്നമില്ലാതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേദാന്തേട്ടൻ വിളിച്ച് നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ചിരുന്നു. പക്ഷെ വേദാന്തേട്ടൻ ഭയങ്കര ടെൻഷനിലായിരിക്കും. നീ ഒന്ന് വിളിച്ച് സംസാരിക്കേ. ഹാവ്, എന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്ക് എന്നെ കുറിച്ച് ഇത്രയും കൺസേൺ ഉണ്ടല്ലോ. അത് മതി എനിക്ക്. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. പറഞ്ഞ മോളെ. അതിഥിയോ? ഞാൻ അവളുടെ ചേച്ചിയാ. എടി കഴുതേ, നീ എവിടെയായിരുന്നടി? എന്റെ കോൾ എന്താ നീ എടുക്കാത്തെ? രാത്രി നിന്റെ അനിയത്തി വിളിച്ചപ്പോ അവൾ എന്തൊക്കെയോ തോന്നിയത് പറഞ്ഞു. അവളോട് പറഞ്ഞേക്ക്, അവള് നിന്നെ പോലെ പൊട്ടത്തരം പറയാൻ എന്നെ വിളിക്കുന്നെങ്കിൽ എന്നെ വിളിക്കണ്ടെന്ന്. ഞാൻ കോൾ എടുക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളും എന്നെ പോലെയാ. നിന്നെ കാണാതിരിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാന്ന് നിനക്ക് അറിയുന്നല്ലേ? നിന്നെ മിസ് ചെയ്യുമ്പോ നീ അല്ലടി എന്നെ വിളിക്കേണ്ടത്. അതെ, രാവിലെ തന്നെ തലയ്ക്ക് വട്ടാക്കുന്ന പോലെ സംസാരിക്കില്ലേ? ഇതുകൊണ്ടാ ഞാൻ നിന്നെ കള്ളച്ചെറുക്കാന്ന് വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞാലും എന്റെ അനിയത്തി എന്നെ ഫോണിൽ വിളിക്കും. പക്ഷെ ആ സമയത്ത് നീ എന്റെ ഫോൺ എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വരുന്ന കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്തോളാം. കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത് നീ തന്നെയാ. ഞാൻ പറയുന്ന ആദ്യം നീ കേക്ക്. അയ്യോ, ഞാൻ ഇന്നലെ രാത്രി സ്റ്റോർ റൂമിൽ ലോക്കായി പോയി. ഫോണൊന്നും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഫോൺ എടുക്കാതിരുന്നത്. വാട്ട് നോൺസെൻസ് അമൂല്യ. എന്നോട് എന്താടി ഇൻഫോം ചെയ്യാഞ്ഞേ? ഈ കാര്യം അങ്ങനെ നീ അറിഞ്ഞാ പിന്നെ നിനക്ക് ഭയങ്കര ടെൻഷൻ ആവുമല്ലോ എന്നോർത്ത് അവളത് പറയാതിരുന്നു. പാവം അതിഥി. നിന്റെ കാര്യത്തിൽ ഞാനല്ലാതെ മറ്റാരാ ടെൻഷൻ അടിക്കാനുള്ളേ? അതൊക്കെ പോട്ടെ, ഇപ്പൊ നീ എവിടെയാ? നീ ഓക്കെ ആണോ? ഞാൻ എങ്ങനെയൊക്കെയോ പുറത്ത് വന്ന് ഫോൺ എടുത്ത് നിന്നോട് കാര്യം പറഞ്ഞപ്പോ നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അപ്പൊ ഇന്നലെ തന്നെ നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിലോ? കേരളത്തിൽ നട്ടപ്പാതിരക്ക് ഇതായിരിക്കില്ലേ ബ്രേക്കിംഗ് ന്യൂസ്? ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കി ഞാൻ നിന്നെ കണ്ടുപിടിക്കായിരുന്നു. നിന്നെ കണ്ടുപിടിച്ച ശേഷം മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ. അത് അറിയുന്നതുകൊണ്ടാ അവള് നിന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നേ. ശരി, എന്താ ഉണ്ടായേ? ഈ എൻഗേജ്മെന്റ് ഒന്ന് കഴിയട്ടെ,
ആ ടൈലറിനിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അയ്യോ അതൊക്കെ പോട്ടെ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ കാര്യത്തെക്കുറിച്ച് പറയാനല്ല ഞാനിപ്പോ വിളിച്ചത്. ശരി, പിന്നെന്താന്ന് പറ. കൂടുതൽ ആണുങ്ങളും ആഗ്രഹിക്കുന്നത് കോഫിയോ ടീയോ ആയിരിക്കും. മറ്റു ചിലർക്ക് ന്യൂസ് പേപ്പർ ആയിരിക്കും ആദ്യം വേണ്ടത്. പക്ഷെ എനിക്ക് രാവിലെ ആയാൽ ആദ്യം വേണ്ടത് നിന്റെ ശബ്ദം കേൾക്കാന്നുള്ളതാ. അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് സന്തോഷത്തില് നീ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കായിരിക്കും അല്ലേ? ഞങ്ങൾ എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്തെത്തി. നീ വേഗം വരാൻ നോക്ക്. ഹലോ എടി 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 കഴുത. ഞാൻ പറയുന്നത് കേൾക്കാതെ അവള് കട്ട് ചെയ്ത് പോയല്ലോ. എന്തായാലും എന്നെ കയ്യിൽ കിട്ടുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. ഐ ലവ് യു കഴുതക്കുട്ടി.